ബിഗ് ബോസ് സീസൺ 6 66ാമത്തെ എപ്പിസോഡിന്റെ വിശേഷങ്ങളിലേക്ക് പോകാം. അങ്ങനെ ഫാമിലി റൗണ്ട് ആരംഭിച്ചിരിക്കുകയാണ്. ഇന്നോവ കാറിൽ ആദ്യത്തെ ഫാമിലിയായി ഋഷിയുടെ അമ്മയും സഹോദരനും എൻട്രി ചെയ്തു. കണ്ട ഉടനെ ഋഷി കെട്ടിപ്പിടിച്ചു കരഞ്ഞു. ഉള്ളിലെ സങ്കടമൊക്കെ കളഞ്ഞ് ഋഷി ഒന്ന് ഫ്രീ ആയി. കാറ് കണ്ട ഉടനെ ബിഗ് ബോസ് ആയുടെ ഉള്ളിൽ ഉറങ്ങിക്കിടന്ന സീക്രട്ട് ഏജന്റ് പുറത്തു വന്നിട്ട് ബിഗ് ബോസിനെ റിവ്യൂ ചെയ്യാൻ കാറിൽ കയറി. ഇപ്പോഴും അത് തന്നെയല്ലേ ചെയ്യേണ്ടിയിരിക്കുന്നത് സായി. ഫാമിലി എൻട്രി ആയതും ഏറ്റവും കൂടുതൽ സന്തോഷം കണ്ടത് ജാസ്മിനിലാണ്. ഏറ്റവും കൂടുതൽ ടെൻഷൻ അടിച്ച് കണ്ടത് സായിയിലാണ്. എന്റെ ബിഗ് ബോസെ സ്നേഹയും അമ്മയും കൊണ്ടുവന്നുള്ളൂ, പക്ഷേ എന്റെ അച്ഛനെ കൊണ്ടുവരല്ലേ എന്നൊക്കെ സായി പറയുന്നുണ്ടായിരുന്നു. ഋഷിയുടെ അമ്മയും സഹോദരനും വീടൊക്കെ ചുറ്റിക്കണ്ട് എല്ലാവരും നല്ല പോസിറ്റീവോടെയാണ് സംസാരിച്ചത്. അപ്സരയുടെ പ്രത്യേകിച്ച് നിങ്ങൾ രണ്ടുപേരും തമ്മിലുള്ള പ്രശ്നം എത്രയും പെട്ടെന്ന് സോൾവ് ആക്കാൻ പറഞ്ഞു. ഇതിനിടയിൽ ജിൻഡോ വന്ന് കോയിൻ ടാസ്കിന്റെ ഇടയിൽ ഋഷിയെ അമർത്തിപ്പിടിച്ചതിന് മാപ്പ് ചോദിച്ചു. അതൊന്നും സാരമില്ല, അത് ടാസ്കിന്റെ ഇടയിലല്ലേ, അതൊന്നും എനിക്കൊരു വിഷമം ഉണ്ടാക്കില്ല, നിങ്ങൾ മനഃപൂർവ്വം ചെയ്യുന്നല്ലോ എന്നൊക്കെ ഋഷിയുടെ അമ്മ പറഞ്ഞു. അടുത്ത അൻസിബിയുടെ ഫാമിലിയുടെ എൻട്രി ആയിരുന്നു. അൻസിബിയുടെ ഉമ്മയും സഹോദരനുമായിരുന്നു വന്നത്. ഉമ്മ വന്ന ഉടനെ ജാസ്മിനെ കെട്ടിപ്പിടിച്ച് ഒരുപാട് ഉമ്മ കൊടുത്ത് എന്റെ മോളെ പോലെയാണ് നീ എന്ന് പറഞ്ഞു. ജാസ്മിൻ അത് വിശ്വസിക്കാൻ പറ്റിയില്ല. സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുകയായിരുന്നു ജാസ്മിൻ. അൻസിയുടെ ഉമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട കണ്ടസ്റ്റന്റ് ജിൻഡുയാണെന്ന് തോന്നുന്നു. നിങ്ങൾ രണ്ടുപേരുടെയും കോംബോ നല്ല രസമാണെന്ന് ഉമ്മ പറയുന്നുണ്ടായിരുന്നു. ജാസ്മിനെ നമ്മുടെ അപ്പുവിനെ പോലെ കണ്ടാൽ മതിയെന്നും പക്വതയില്ലാത്തതുകൊണ്ട് തെറ്റ് സംഭവിക്കും, നമ്മുടെ അപ്പു ആണെങ്കിൽ ചെയ്തെങ്കിൽ നീ ക്ഷമിക്കൂലേ, അതേപോലെ ക്ഷമിച്ചു കളയണം എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഋഷിയെ കുറിച്ച് സ്വന്തം അനിയനായിട്ടാണ് കാണേണ്ടതെന്നും അതുപോലെയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നതൊക്കെ ഉമ്മ പറയുന്നുണ്ടായിരുന്നു. അടുത്തൊരു ടാസ്ക് ആയിരുന്നു പതപ്പിക്കൽ. ടിക്കറ്റ് ഫിനാലെ ടാസ്കിലേക്കുള്ള ഒരു ബോണസ് ആണ് ഈ ആഴ്ച നടക്കാൻ പോകുന്ന ടാസ്ക് എന്നാണ് ബിഗ് ബോസ് അറിയിച്ചത്. ഇപ്പോൾ നിലവിലുള്ള ടീമായിട്ടാണ് മത്സരിക്കേണ്ടത്. 4 ടീമിൽ നിന്നും 2 പേരാണ് മത്സരിക്കേണ്ടത്. ഓരോരുത്തരായി കൊടുത്ത സോപ്പ് പതപ്പിച്ച് ഇല്ലാണ്ടാക്കണം, അതായത് സോപ്പ് വെച്ച് കുളിച്ച് തീർക്കണം. ഇതായിരുന്നു ടാസ്ക്. നല്ല രസമുള്ള ടാസ്ക് ആയിരുന്നു. ടാസ്കിൽ വിജയിച്ചത് സിജോ, സായി, അപ്സര എന്നിവരുടെ ടീമായിരുന്നു. ടാസ്ക് കഴിഞ്ഞതും ജാസ്മിന് ചെറുതായിട്ടൊരു സംശയമൊക്കെ തോന്നിയിരുന്നു. അതൊക്കെ എല്ലാവരുമായിട്ട് ഷെയറും ചെയ്യുന്നുണ്ടായിരുന്നു. അവർ സോപ്പ് പതപ്പിച്ചല്ല തീർത്തത്, പൊട്ടിച്ചാണ് തീർത്തത് എന്നൊക്കെ പരാതി പറയുന്നുണ്ടായിരുന്നു. വൈകുന്നേരം ആകുമ്പോഴേക്കും 2 ഫാമിലി ബിഗ് ബോസ് വീട്ടിൽ നിന്നും പുറത്തു പോയി. നാളെ ഇപ്പോൾ വരുന്നത് ശ്രീതുവിന്റെയും അർജുന്റെയും ഫാമിലിയാണ്. ഏകദേശം ഉറപ്പായിട്ടുണ്ട്. നാദിറ മെഹ്റൈൻ അവരുടെ യൂട്യൂബ് ചാനലിലൂടെ അത് വെളിപ്പെടുത്തിയിട്ടുമുണ്ട്. നാളെ ഇപ്പോൾ ശ്രീതുവിന്റെ പെണ്ണ് കാണലും കല്യാണവും ഒക്കെ ബിഗ് ബോസ് ഹൗസിൽ വെച്ച് നടക്കുമെന്ന് തോന്നുന്നു. ഇതൊക്കെയാണ് എപ്പിസോഡിന്റെ വിശേഷങ്ങൾ. അടുത്ത എപ്പിസോഡിന്റെ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോ വീണ്ടും കാണാം. അതുവരെയും ഗുഡ് ബൈ.